Sponsored by കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ. Kerala Vision Short Film Festival 2016. നമസ്കാരം. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നവംബർ 25 ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. 50 ഷോർട്ട് ഫിലിംസിൽ നിന്ന് 10 ഷോർട്ട് ഫിലിംസാണ് ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്നത്. ഈ 10 ഷോർട്ട് ഫിലിംസിൻ്റെ ഡയറക്ടേഴ്സിൽ നിന്ന് അവരുടെ ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മികച്ച ഷോർട്ട് ഫിലിം എല്ലാ കാറ്റഗറിയിൽ നിന്നും ദി ബെസ്റ്റ് ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജഡ്ജിങ് പാനലിൽ മികച്ച ജഡ്ജസാണ് നമുക്കൊപ്പമുള്ളത്. അവരെ സ്വാഗതം ചെയ്യാം. ജയസൂര്യ സർ, ആയില്യൻ സർ. സോ നമ്മുടെ മുന്നിലിരിക്കുന്ന കണ്ടസ്റ്റൻസ് പ്രേം കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അകം എന്നാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. എവിടെ നിന്നാണ് സ്ഥലം? കോഴിക്കോട്, മാവൂർ. ചെറിയൊരു ടെൻഷൻ ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. ഇല്ല. അപ്പൊ എന്നാ കൂളായിട്ട് തന്നെ. അതിന്റെ ഒരു ബേസിക് നേച്ചർ ഇത്, അതുകൊണ്ടാണ് ടെൻഷൻ അങ്ങനെ തോന്നും എല്ലാവർക്കും. അല്ല, ടെൻഷൻ ഒന്നും. സ്കൂളിലാണ്, സ്കൂള് അധ്യാപകന. എന്താ പഠിപ്പിക്കുന്നത്? മലയാളം അധ്യാപനം. ഈ അകം എന്നുള്ള പേര് മനസ്സെന്നുള്ള ഉള്ള്, അകം എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുത്തതാണ്. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഷോർട്ട് ഫിലിം അല്ലാതെ കലാമേഖലകളിൽ? നേരത്തെ കുറച്ച് നാടകം ആയിരുന്നു, തിയേറ്റർ പേഴ്സൺ ആയിരുന്നു. എന്തായിരുന്നു അതിനകത്ത്? ഞാൻ MPhil ചെയ്തത് തിയേറ്റർ ആർട്സിലാണ്. അപ്പോൾ അതിനു മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകം ഒക്കെ ചെയ്യുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു. ചെറിയ രീതിയിൽ സംവിധാനം ചെയ്യും. എഴുത്തുണ്ടോ? ഒരു എഴുത്ത് ചെറുതായിട്ടുള്ളൂ, എഴുത്ത് വലിയ ഇതില്ല. അത്ര അങ്ങോട്ട് എഴുത്തിലോട്ട് അങ്ങനെ വലിയ തിരിഞ്ഞിട്ടില്ല. പിന്നെ നാടകത്തിൽ തെരുവ് നാടകമായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ MPhil ചെയ്തു തിയേറ്റർ ആർട്സിൽ. അതാണ് ഇതുമായിട്ടുള്ളൊരു ബന്ധം. ഇതിപ്പോൾ ഇത് സ്കൂളിന് വേണ്ടി ചെയ്തവർക്ക്, കുട്ടികൾക്ക് വേണ്ടി ചെയ്തതാണ്. കുട്ടികൾക്ക് വേണ്ടി ചെയ്തതാണ്. ഈ അകമെന്ന് പറയുന്ന സിനിമ നമ്മൾ 10 സിനിമകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഇപ്പം ചെയ്തിട്ട് കഴിഞ്ഞിരിക്കുന്ന വർക്കിൽ തൃപ്തനാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഇനി എന്താണ് തൃപ്ത അല്ലാത്ത എന്നുള്ളത് നമുക്ക് എന്തായാലും സിനിമ കണ്ടതിന് ശേഷം ചർച്ച ചെയ്യാം. സോ പ്രേംകുമാർ, നമുക്ക് അകം ഷോർട്ട് ഫിലിം കണ്ടാലോ? കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 ഇപ്പോൾ നമ്മൾ പ്രേംകുമാറിൻ്റെ അകം എന്ന ഷോർട്ട് ഫിലിമാണ് കാണാൻ പോകുന്നത്. കണ്ടിട്ട് തിരിച്ചു വരാം. Kerala Vision Short Film Festival 2016.
സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കുള്ള ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആരാണ്? ഇവിടെ ചില രാസവസ്തുക്കൾ ഉപയോഗിക്കും, അതായത് നമ്മുടെ ശരീരത്തിൽ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ആ രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് എന്ത് പറയാം? രാസസന്ദേശവാഹകർ എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ചിത്രത്തിലേക്ക് വരാം. ഇവിടെ ഈ ചുമരിൽ ഞാൻ ചാർട്ട് കാണിച്ചു. അവിടെ എന്താടാ പുറത്ത് നിൽക്കുന്നത്? സാർ അത് അപ്പൊ നീ തുടങ്ങിയ കച്ചറ. 2 വർഷം പഠിക്കണ കുട്ടിയാ. താഴെ സ്റ്റാഫ് റൂമിലേക്ക് വാ. സാർ എന്താണ് പ്രശ്നം? നാളെ മാച്ചുള്ളതല്ലേ? അഭിനവേ ക്ലിയർ ബോൾ. അഭിനവേ സാഹചര്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞു. അതേസമയം കൊച്ചിയിലെ നഴ്സുമാർക്ക് പിന്തുണ അറിയിച്ചു ഇതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറായി. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സമരം നരേന്ദ്രമോദിക്ക് അല്പമൊന്ന് ആശ്വസിക്കാം. 2002
ഹലോ. ആ പറയൂ. ആ പിന്നെ നാളെ പകൽ ഓഫീസിലെത്തി ഡീറ്റെയിൽ ആയി സംസാരിച്ചാ പോരെ? ഓക്കെ, നാളെ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ. വിസ്തരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്ന് കോടതി വിലയിരുത്തി. ഈ സംഘടന ആവശ്യപ്പെട്ടത് പ്രകാരം മോഡിയെയും മറ്റ് 6 പേരെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കേണ്ടെന്ന് 2009 സെപ്റ്റംബറിൽ നാനാവധി കമ്മീഷൻ വിധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംഘടന ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ്. ഹലോ. ആ മാഷേ പറയൂ. ചിദംബരത്തിന് നാളെ നിർണായക ദിവസമാണ്. സുപ്രീം കോടതി നാളെ വിധി പറയും. കൂടാതെ ലൈസൻസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പ്രത്യേക അന്വേഷണ ശരി കേന്ദ്ര സർക്കാരിനെതിരെയാകുമെന്ന് കരുതുന്ന നിർണായക ഹർജി പരിഗണിച്ചുകൊണ്ടാണ് 2 അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് AK അഭിജിത്ത് നാളെ വിരമിക്കുന്നത്. 2GSC ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാ പാർട്ടി അധ്യക്ഷൻ സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വ്യാഴാഴ്ച വിധി പറയുക. 2007 എനിക്കൊന്നും കേൾക്കണ്ട. പഠിക്കാൻ പോയാ പഠിക്കണം. അടുത്ത വീട്ടിൽ നിന്നും പോകുന്നുണ്ടല്ലോ വീട്ടില്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ നിനക്കെന്താ ഒരു പ്രത്യേകത? ചിദംബരത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ അത് ചിദംബരത്തിന്റെ രാജിയിലെ അവസാനിക്കൂ. ചിദംബരം ഈ ഒന്ന് പോയേ, എനിക്ക് എന്റെ കിന്നാരം കേൾക്കാനൊന്നും നേരല്ല. ഓരോ പണിയൊപ്പിച്ചു വന്നോളൂ. ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ABCD എന്നത് ഒരു ചതുർഭുജമാണ്. ചതുർഭുജത്തിൻ്റെ വികരണം വരയ്ക്കുമ്പോൾ നമുക്ക് ചതുർഭുജം മാറി 2 ത്രികോണങ്ങൾ കിട്ടുന്നു. ചതുർഭുജത്തിൻ്റെ 4 കോണുകളുടെ തുക ഈ 2 ത്രികോണങ്ങളുടെ കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതുകൊണ്ട് ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്നത് ഈ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുകയും രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുകയും കൂട്ടി കിട്ടുന്നതാണ്. അതായത് 180 ഡിഗ്രി ഇതും ഇവിടെയും 180 ഡിഗ്രി. ഇവിടെ ABCD എന്നത് ഒരു
പോയാ അടുത്ത വീട്ടിൽ നിന്നും പോകുന്നുണ്ടല്ലോ വീട്ടില്. അവർക്കൊന്നും ഒരു പ്രശ്നം. എനിക്ക് എന്റെ കിന്നാരം കേൾക്കാനൊന്നും പ്രശ്നം. നീ ഒന്ന് പോയേ. നാളെ മാച്ചിലല്ലേ? അച്ഛനും അമ്മയ്ക്കും ടീച്ചറോ നീ ആണെങ്കിൽ അത് സഹിക്കോ? ഇല്ല, ആരുണ്ടെങ്കിൽ
Lives the life of a marginalized in the deserts. Though the lovers betrayed the cactus survives. We love and appreciate the beauty of flowers in our garden. We often do not notice such flowers forgotten. Kerala Vision Short Film Festival 2016. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 പ്രേംകുമാറിൻ്റെ അകം എന്ന ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആസ്വദിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജസിന് കുറേ കമൻസും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടാവും പ്രേംകുമാറിൽ നിന്ന്. സോ ജഡ്ജസ് പ്ലീസ്. നമ്മൾ പ്രേംകുമാർ ഇതൊരു സൗഹൃദ സംഭാഷണമായിട്ട് എടുക്കാവുള്ളൂ. നമ്മൾ വിമർശിക്കുക അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു പ്രേക്ഷകനായിട്ട് കണ്ടു, അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, കഴുതയുടെ പ്രശ്നങ്ങൾ നമുക്ക് നൂറ്റാണ്ടുകളായിട്ട് അറിയാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ കുട്ടിയുടെ എന്താണ് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് എനിക്ക് എന്തോ കമ്മ്യൂണിക്കേറ്റ് കിട്ടിയില്ല. അത് അതിൻ്റെ എന്തായിരുന്നു കുട്ടി കുട്ടിക്ക് ആരും ചെവി കൊടുക്കുന്നില്ല, അത് മനസ്സിലാവുന്നുണ്ട്. കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ആരും കേൾക്കുന്നില്ല, ശ്രമിക്കുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. എന്തായിരുന്നു കുട്ടിയുടെ പ്രോബ്ലം? എന്തായിരുന്നു കുട്ടിക്ക് സ്കൂളിൽ എന്താ സംഭവിച്ചത്? അതെനിക്ക് പറഞ്ഞൂടാ. അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രോബ്ലം അതിനകത്ത് പറയുന്നില്ല. ജനറലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. മൊത്തത്തിൽ നമ്മളിപ്പം ഞാനൊരു അധ്യാപകനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് ചോദിച്ചറിയാൻ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. ഒരുപക്ഷെ അധ്യാപകർ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാകാം. എന്തായാലും ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, യഥാർത്ഥ വിഷയം എന്താണെന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് റിവീൽ ചെയ്യേണ്ടതെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. ഓരോ കുട്ടിക്ക് ഓരോരോ പ്രശ്നങ്ങളാണല്ലോ, അതാ ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. അങ്ങനെ ഒരുപാട് ആലോചിച്ചിരുന്നു. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ബേസ് ചെയ്തുകൊണ്ട് പോകണോ എന്നിങ്ങനെ വിചാരിച്ചു. ഓരോ കുട്ടിക്കും ഇതേപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എന്റെ പ്രശ്നമാണ് എന്നൊരു കുട്ടിക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതേപോലെ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പിന്നീട് അത് തോന്നിയിട്ടുണ്ട്, ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനൊരു പോരായ്മയായിട്ട് പറഞ്ഞല്ല, എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പർപ്പസ്ഫുള്ളായിട്ട് ചെയ്തതാണോ അല്ലയോ? അങ്ങനെ ബോധപൂർവ്വം ചെയ്തതാണ്. അതാണ് ചോദിച്ചത്. അത് അങ്ങനെ തന്നെ തോന്നും, എന്തോ ഒരു ബോധപൂർവ്വം ചെയ്തതാണ് പ്രവൃത്തി പോലെ തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മള് കാണുന്നതിന് തൊട്ട് മുമ്പ് താങ്കൾ ഇതിൽ തൃപ്തനാണോ എന്നത്, അപ്പൊ അല്ല എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയത്. എവിടെയാണ് താങ്കൾക്ക് തോന്നിയിരിക്കുന്ന പരാജയം? അല്ല, ബേസിക്കലി ഈ മീഡിയ എനിക്ക് വലിയ പരിചയമുള്ള മീഡിയ അല്ല.
എനിക്കിതിൽ വലിയ കണ്ടാൽ തോന്നില്ല കേട്ടോ, നിങ്ങൾ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ധാരണയില്ല. പിന്നെ ഞാനീ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതേപോലെ 1-2 സുഹൃത്തുക്കളുടെയൊക്കെ ഷോർട്ട് ഫിലിമുകളിലൊക്കെ ഇങ്ങനെ പോയി അതിനോടൊപ്പം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ള നമുക്കുള്ളൊരു ആകെ ഉള്ളൊരു പരിചയം അതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചു. പിന്നെ നമ്മൾ ഈ കണ്ടൊക്കെ പഠിച്ച അതിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഒരുപാട് പോരായ്മകൾ. അതെൻ്റെ ഈ പരിചയക്കുറവ് കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പോരായ്മകൾ തുടക്കം തന്നെ അതങ്ങനെ ഒരു പോരായ്മ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങനെ പോയി കണ്ടപ്പോൾ. പക്ഷെ താങ്കൾ വിചാരിക്കുന്ന അത്രയും പോരായ്മകൾ ആ സിനിമയിൽ ഇല്ല. ഞാനങ്ങനെ ഒരിക്കലും ഞാനൊരു സംവിധാനം ചെയ്തെന്നൊക്കെ ഉള്ള ശരിയാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഞാൻ തന്നെ അതിനെ ഭയങ്കര വിമർശിക്കുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ എനിക്ക് തന്നെ പലതും തോന്നിയിട്ടുണ്ട്, ഇത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് പലയിടത്തും. അങ്ങനെയില്ല, ഞാൻ അങ്ങനെ ഒരു കാരണം ഇത് എൻ്റെ ഒരു ഫീൽഡും അല്ല. അപ്പോൾ ഞാൻ ചെന്ന സമയം തുടങ്ങി കണ്ടപ്പോൾ നിങ്ങളുടെ ഫീൽഡ് തന്നെ ആണെന്നാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ അവിടെ ഒരു ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്കൂളിലൊരു കുട്ടികൾക്കൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്കൂളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്താണോ? സ്കൂൾ തന്നെയാണ്, എൻ്റെ പ്രൊഡക്ഷൻ എല്ലാം സ്കൂളാണ്. അഭിനയിച്ചിരിക്കുന്നതും എല്ലാവരും കുട്ടികളും പേരൻസ് ടീച്ചേഴ്സ്, പുറത്തൊന്നും ഒരാളില്ല. ക്യാമറമാൻ കഴുത മാത്രമാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായിരുന്നു മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആ കുട്ടി നമ്മൾ കാസ്റ്റ് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കാസ്റ്റ്? അവൻ സ്കൂളിൽ അറിയുന്ന ഒരു നടനാണ്. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിലൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സ്റ്റേറ്റിൽ ചാക്യാർകൂത്തിനൊക്കെ വിൻ ചെയ്തിട്ടുള്ള കുട്ടിയാണ്. ഞാനിത് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും എല്ലാവരും എതിർത്തു, വേണ്ട എന്ന് പലരും പറഞ്ഞു സ്കൂളിൽ. കാരണം അവന് ഈ ചാക്യാർകൂത്തൊക്കെ ചെയ്തതിന് ശേഷം ആക്ടിങ്ങിന്റെ ഒരു സ്റ്റൈലൊക്കെ മാറിയായിരുന്നു. അപ്പോഴെല്ലാവരും അപ്പം എല്ലാവരും ഇങ്ങനെ എതിർത്തു, അത് വേണോ എന്നിങ്ങനെ ചോദിച്ചു. എങ്കിലും എനിക്കൊരു ഒരു ദൈന്യഭാവം അത് അവനുണ്ട്. അതുകൊണ്ട് ഞാൻ കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അവൻ കുഴപ്പമില്ലാതെ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാസ്റ്റ് ചെയ്തേ. ഞാൻ പിന്നെ കുറേ ശ്രമിച്ചു. ഫോട്ടോഗ്രാഫി ജെയിൻ ക്രിസ്റ്റഫർ, എൻ്റെ സുഹൃത്ത് തന്നെ ജെയിൻ ക്രിസ്റ്റഫർ. അതായത് ഇപ്പോൾ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഉള്ള ആളുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ്, ഏതായാലും അതിന് നല്ലൊരു കമന്റാണ് ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു തൃപ്തനല്ല എന്നുള്ളത്. ശരിക്കും ആരും പെർഫെക്റ്റ് അല്ല, ഒന്നും പെർഫെക്റ്റ് അല്ല. അത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി അടുത്തതിൽ മികച്ചതാക്കണം എന്നുള്ളത് എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഈ ഒരു അവസരത്തിൽ പ്രേംകുമാറിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. സ്പോൺസേഡ് ബൈ കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ.